കാസർഗോഡ് ജില്ലയിലെ ടൂറിസം പദ്ധതികൾ ബേക്കൽ കോട്ടയിലും റാണിപുരത്തും മാത്രമായി ഒതുങ്ങുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെ ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം പദ്ധതിയെന്ന മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങിയെന്ന് ആരോപണം. കഴിഞ്ഞ മാസം ജില്ലയിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വിലയിരുത്താനെത്തിയ ചീഫ് സെക്രട്ടറി സന്ദർശിച്ചതും ബേക്കൽ ബീച്ചും റാണിപുരം പാർക്കുമായിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അവഗണന നേരിടുന്ന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ആരിക്കാടി കോട്ട തന്നെ അവഗണനയുടെ ഉദാഹരണമാണ്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത ടൂറിസം പദ്ധതി ആരിക്കടി കോട്ട തന്നെയായിരുന്നു. ഈ നിർദ്ദേശം കുമ്പള ഗ്രാമപഞ്ചായത്ത് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വിശാലമായ കടൽ തീരവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനും ദേശീയപാതയുമെല്ലാം കുമ്പളയിലെ വിനോദസഞ്ചാരത്തിന് അനുകൂല ഘടകമായതിനാലാണ് ആരിക്കാടി കോട്ട തന്നെ കുമ്പള ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്കായി തിരഞ്ഞെടുത്തതും. കാസർഗോഡ് നഗരസഭയും സർക്കാരിന്റെ പരിഗണനയ്ക്ക് നൽകിയ 2 ടൂറിസം പദ്ധതികൾക്കും ഇതുതന്നെയാണ് സ്ഥിതി. തളങ്കര പുഴയും ബീച്ചും സംയോജിപ്പിച്ചുള്ള ഹാർബർ നവീകരണ ടൂറിസം പദ്ധതിയും നെല്ലിക്കുന്നിലെ വിശാലമായ കടൽ തീര ടൂറിസം പദ്ധതിയും കടലാസിലൊതുങ്ങിയെന്നാണ് ആക്ഷേപം. നെല്ലിക്കുന്നിൽ നഗരസഭ ആവിഷ്കരിച്ച ബീച്ച് കാർണിവലും വെളിച്ചം കാണാതെ പോയി. മംഗൽപാടി പഞ്ചായത്തിലെ ഷിറിയ കണ്ടൽക്കാട് ഹരിത ടൂറിസം പദ്ധതി, ഷിറിയ അണക്കെട്ട്, മഞ്ചേശ്വരം പഞ്ചായത്തിലെ കണ്വതീർത്ഥ, പൈവളികെ പഞ്ചായത്തിലെ പൊസഡീപ് ഗുംപെ, ചെമ്മനാട് പഞ്ചായത്തിലെ ചെമ്പിരിക്ക ബീച്ച്, പെരിയയിലെ എയർ സ്ട്രിപ്പ് ടൂറിസം പദ്ധതി, കുമ്പളയിലെ യക്ഷഗാന കലാകേന്ദ്രം, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ പുഴയോര ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ പദ്ധതികളൊക്കെ സർക്കാരിന്റെ പഞ്ചായത്തിൽ ഒരു ടൂറിസം പദ്ധതിയിൽ എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാത്തിരിപ്പിലാണ് ജനം. അതിനിടെ ജില്ലയിലെ കടൽ തീരത്തുള്ള 9ഓളം പഞ്ചായത്തുകളിലും 3 നഗരസഭകളിലും ടൂറിസം വികസനം നടപ്പിലാക്കാൻ BRDC പദ്ധതി പ്രദേശമായി കണ്ടെത്തിയിരുന്നു. ഇതിനും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.